ഹലോ സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. അപ്പോൾ അതിന് വേണ്ടുന്നത് ഒരു കപ്പ് പാല്, പിന്നെ ഒരു 2.5 കപ്പ് മൈദ, ഒരു സ്പൂൺ ഈസ്റ്റ്, ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ എന്നീ സാധനങ്ങളാണ് വേണ്ടത്. നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിനകത്തേക്ക് ഈ ഒരു കപ്പ് പാല് ഒഴിക്കുകയാണ്. ശേഷം നമ്മളതിലേക്ക് ഒരു സ്പൂണ് ഈസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നമ്മളുടെ ഈസ്റ്റും ഓയിലും ഉപ്പും എല്ലാം നല്ല രീതിയിൽ പാലിൽ മിക്സ് ആവുന്ന രീതിയിൽ നല്ല ഒന്ന് അടിച്ച് എടുക്കുക. അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് 2.5 കപ്പ് മൈദയാണ്. 2.5 കപ്പ് മൈദ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് കുഴച്ച് എടുക്കണം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ നല്ലപോലെ ഒന്ന് കുഴച്ച് ചാമ്പി എടുക്കുക. ഏകദേശം പൊറോട്ടക്കൊക്കെ മാവ് കുഴക്കുന്ന അതിനെക്കാട്ട് ഒരു അല്പം കൂടി ലൂസ് ഉണ്ടായിരിക്കുന്നതാണ് ഈ മാവ്. അതിന് നമ്മൾ ഒരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ ഒരു 3 പൊട്ടാറ്റോ ബോയിൽ ചെയ്ത് പീൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മാഷ് ചെയ്യാണ്. അതിനകത്ത് ഉപ്പ്, ബ്ലാക്ക് പെപ്പർ, പിന്നെ പാർസ്ലി ആണ് അതിനകത്ത് ചേർത്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു അതിൽ നമ്മൾ ചെയ്യുന്നത് ചീസാണ്. ചീസിൻ്റെ കൂടെ ഇതേപോലെ തന്നെ പാർസ്ലി, ഉപ്പ്, ബ്ലാക്ക് പെപ്പർ തുടങ്ങിയ സാധനങ്ങളാണ്. ഇതിൽ നമ്മൾ ആദ്യം കുഴച്ചെടുത്ത മാവിനെ ഓരോ ചെറിയ ബോളുകളാക്കി വെക്കുക. വീണ്ടും ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് പരത്തിയെടുക്കുക. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് പൊടിയൊക്കെ ഇട്ട് ഒന്ന് പരത്തി എടുക്കുക. ഒരു 3-4 ചപ്പാത്തി ആദ്യം പരത്തി വെക്കണം. ഒരുപാട് കനം കുറച്ച് പരത്താനും പാടില്ല, എന്നാൽ അധികം കനത്തിലും പാടില്ല. ഒരു മീഡിയം സൈസിൽ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പത്തിരി, അരിപ്പത്തിരിയുടെ അതേ വലുപ്പത്തിലും അതേ കനത്തിലുമാണ് വേണ്ടത്. ഇതിനെ നമ്മളൊരു കത്തി ഉപയോഗിച്ച് നടുക്ക് മുറിച്ചെടുക്കുക, 2ആക്കി എടുക്കുക. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോയുടെ മിക്സും അതേപോലെ മറ്റൊന്നിൽ ചീസിൻ്റെ മിക്സും രണ്ടും 2ആക്കിയിട്ട് വെക്കുക. പിന്നെ നമ്മൾക്കിതിന് കൂടെ ഇതിന് വേണ്ടത് ഒരു മുട്ട എടുത്ത് മുട്ടയുടെ വെള്ള മാത്രം എടുത്ത് നല്ല രീതിയിൽ അടിച്ച് പതപ്പിച്ച് വെക്കണം. ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾക്കിതിൻ്റെ സൈഡിലൊന്ന് തേച്ച് കൊടുക്കണം ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി വെള്ളം കൊണ്ടാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ മുട്ട ആയിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്ന പൊട്ടാറ്റോയുടെ മിക്സും ആദ്യം വെച്ചത് ചീസിൻ്റെ മിക്സുമാണ്. അത് നമ്മൾ ആവശ്യത്തിന് വെച്ച് നിങ്ങൾ കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ. അതേപോലെ മുട്ടയാണ് ഞാനിതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നതിന്, ഇത് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളം ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇത് ഏകദേശം നമ്മുടെ പൂവട പോലെ അല്ലെങ്കിൽ ഇലയുടെ അതേമാതിരത്തെ ഒരു രീതിയിലാണ് ഇതിന് വരുന്നത്. ഇലയുടെ അല്ല, പുകട പോലെ. ഇത് മൊത്തത്തിൽ ഇതിൻ്റെ ചുഭാഗത്ത് നമ്മൾ മുട്ട കൊടുത്തതിന് ശേഷം നിങ്ങൾ വീഡിയോ നല്ലോണം ശ്രദ്ധിച്ച് നോക്കുക. ഇതേപോലെ മടക്കി വെക്കുക. മടക്കി വെച്ച് അതിൻ്റെ 2 സൈഡും നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഒരു പിസ്സ കട്ടർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ടോ നമ്മൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഭാഗം വെട്ടി ഒഴിവാക്കണം. വളരെ രുചിയായിട്ടുള്ള ഒന്നാണിത്, പൊട്ടാറ്റോൻ്റെ മിക്സ്. ഞാൻ ഈ ഫോർക്ക് വെച്ച് ചെയ്യുന്നത് ചെറിയൊരു
മോഡൽ ഒരു ഡിസൈൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ അമർത്തിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡ് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടാവും. എന്നിട്ട് കൂടുതൽ വരുന്ന ഭാഗം നമ്മൾ കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ പിസ്സ കട്ടർ ഉപയോഗിച്ചോ ഒന്ന് വെട്ടി ഒഴിവാക്കി കൊടുക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് യഥാസമയം കിട്ടുകയുള്ളൂ. എണ്ണ തിളച്ച് വന്നതിന് ശേഷം ഓവർ ചൂടാവാനും പാടില്ല. അതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചത് ഈ പുകട പോലുള്ളതിനെ നമ്മൾ പൊരിച്ചെടുക്കുകയാണ്. ഇതിന് കറക്റ്റായിട്ടൊരു പേര് എന്താണെന്നുള്ളത് എനിക്കും അറിയുന്നില്ല. എന്തായാലും വളരെ രുചികരമായിട്ടുള്ള ഒരു പലഹാരമാണ്. ഇതിൻ്റെ റെസിപ്പി എനിക്ക് തന്നിട്ടുള്ളത് എൻ്റെ മേഡമാണ്. വളരെ രുചികരമായിട്ടുള്ള ഒരു 4 മണി പലഹാരമാണിത്. ഒരു ഫത്തായർ വിഭാഗത്തിലെല്ലാം ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.